സമാധാനമായി. ശ്രുതി, 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 ശ്രുതി. അയ്യോ, മറുപടി ഇല്ലല്ലോ. ഇവളിവിടെ ഇല്ലേ? പോയോ? എങ്ങനെ പോവും? മുൻവശത്തെയും പുറകുവശത്തെയും വാതിലും ഞാൻ പൂട്ടിയതാണല്ലോ. ശ്രുതി, ഇനി മുറിക്കാത്തെങ്ങാനും ആയിരിക്കോ? അയ്യോ, അവള് പോയി. എന്റെ വീട് ചതിച്ചല്ലോ. ശ്രുതി, ശ്രുതി. എന്താ? നിങ്ങൾ ബഹളം വെച്ച് ആളെ പേടിപ്പിക്കണോ? ഇപ്പൊ അറ്റാക്കൊന്നും ഞാൻ മരിച്ചേനെ. എന്താ? നീ മരിച്ചില്ലല്ലേ? ഞാൻ കരുതി നീ തൂങ്ങിയെന്ന്. തൂങ്ങാനോ? ആ, നീയല്ലേ എന്നോട് പറഞ്ഞേ ഈ വീട്ടിൽ തൂങ്ങി മരിക്കുന്നു. ഓഹ്, എനിക്ക് വേറെ ജോലിയില്ലേ? ആന്റി നിങ്ങളോട് പറയുന്നതും ആ വീട്ടിൽ നടക്കുന്നതും എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ തൂങ്ങുന്നാ ഞാൻ പറഞ്ഞത്. പേടിച്ചു പോയി ഞാൻ. കൊറേ സമയം നിങ്ങളെ ഞാൻ കാത്തിരുന്നു. ഒടുക്ക ഉറക്കം വന്ന് ഉറങ്ങിപ്പോയതാ. അല്ല, എവിടെ നിങ്ങളുടെ ഫ്രണ്ട്? ഒരുമിച്ചായിരുന്നല്ലോ പോയത്. ഓ, അവള് വരും വഴി വീട്ടിലിറങ്ങി. അല്ല, അതൊക്കെ പോട്ടെ. ഏലസ് വാങ്ങിയോ? വാങ്ങി. ഏലസ് അവന്റെ കൈത്തണ്ടേ കെട്ടാനാ പറഞ്ഞിരിക്കുന്നെ. അത് കെട്ടിയ അവന് നിന്നോടുള്ള വെറുപ്പ് കൂടും. നിന്നെ അവൻ എന്നേക്കുമായി ഉപേക്ഷിക്കും. അങ്ങനെയാ സാമി പറഞ്ഞേക്കുന്നെ. അല്ല, അതൊക്കെ നടക്കുവോ? അതൊക്കെ ചുമ്മാ പറയുന്നല്ലേ ആന്റി? നടക്കും ശ്രുതി. എനിക്കറിയാവുന്ന കുറെ പേരിങ്ങനെ അകന്നിട്ടുണ്ട്. സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാരെ അവരുടെ അമ്മായിയമ്മമാര് ഏറെ പ്രയോഗത്തിലൂടെ അകറ്റി ഡിവോഴ്സിൽ എത്തിച്ചിട്ടുണ്ട്. സ്വാമി ഈ കാര്യത്തിൽ പ്രശസ്തനാ. ശക്തിയുള്ള ഏലസ സ്വാമി ജപിച്ചു കൊടുത്തിരിക്കുന്നെ. നിങ്ങള് രണ്ടുപേരും ഉടനെ തന്നെ വേറെ പിരിയും. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ ആന്റി? എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ ഒന്ന് ചെല്ല്. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. എനിക്കയ്യോ, എനിക്കിങ്ങനെ വേദനയൊന്നും സഹിക്കാൻ പറ്റില്ല. ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കില്ല. എന്നെ കൊണ്ട് പറ്റില്ല. എപ്പോ നോക്കിയാലും ഒരേ പണി തന്നെ. ഞാനിപ്പോ സച്ചേന്റെ കാര്യം ഓർത്തേ ഉള്ളൂ. അല്ല, എന്താ കയ്യില് കവറൊക്കെ ആയിട്ട്? ആദ്യം നീ കൈ കിട്ടുവാ, അപ്പൊ തരാം. അപ്പൊ കഴിക്കാൻ എന്തോ ആണ്. എന്നാ പിന്നെ അത് അവിടെ എവിടെയെങ്കിലും വെച്ചേക്ക്. ഞാൻ ഈ ജോലിയൊക്കെ ഒന്ന് തീർത്തിട്ട് കഴിച്ചോളാം. അതൊന്നും പോരാ. ഇതെന്താ നോക്കി? ആഹാ, ജിലേബിയാ? എന്ത് പറ്റി? സാധാരണ ഇങ്ങനെയൊന്നും വാങ്ങിക്കാറില്ലല്ലോ. ഞാനേ ഓട്ടം പോയപ്പോ കമല ബേക്കറി വാങ്ങിച്ചതാ. അവിടുത്തെ ജിലേബി സൂപ്പർ ആണെന്ന് ആൾക്കാർ പറയുന്നേ. ആണോ? ചുമ്മാ ഇരിക്കും സച്ചേട്ടാ, ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞില്ലേ. ഞാൻ മാറ്റിട്ടൊന്നല്ലേ, ഒന്ന് ടേസ്റ്റെങ്കിലും നോക്കി. എന്റെ പൊന്ന് സച്ചേട്ടാ. ഓ, ഇതൊരു കൂട്ടുകുടുംബാണല്ലോ. ആരെങ്കിലും കണ്ടാ പ്രശ്നമാ. അത് ഞാൻ മറന്നുപോയി. അതുകൊണ്ടല്ലേ കഴിക്കാത്തെ. അത് പിന്നെ ഇങ്ങോട്ട് വന്നേ. സച്ചേട്ടാ ഇരിക്കാൻ കൂടും. അവിടെ ഒരു കൂട്ടുകുടുംബം. എന്നാ പിന്നെ ഇത് കഴിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. പറഞ്ഞേ സച്ചേട്ടാ, വേണോ തുറക്കാൻ? വാ തുറക്കും. ഇത് തെക്കോടുക്ക് നോക്കുന്ന കഴിക്കാൻ കൂടും. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. എന്നാ കഴിക്ക്. വേണ്ട വേണ്ട വേണ്ട, ഇനി ഞാൻ പിന്നെ കഴിച്ചോളാം. സച്ചേട്ടാ, ഒന്ന് മോളിൽ പോയിട്ടെ ആ ഭസ്മത്തട്ടൂട്ടിങ് എടുത്തോണ്ട് വരോ. അതും കൂടി ഒന്ന് തുടച്ചു വെച്ചേക്കാം. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പറ്റില്ല അല്ലേ? എപ്പോ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം.
ചെന്ന് എടുത്തോണ്ട് വാ സച്ചേട്ടാ. സമ്മതിച്ചു തരണം. ഞാൻ ദാ വരുന്നു. ദാ ഇവിടെ ശോ. കഴിച്ചോ. എന്താ ഏലസോ? ഇതാരാ ഇവിടെ കൊണ്ടുവച്ച? രേവതിയായിരിക്കോ? രേവതി, നോക്കിയേ, ഈ ഏലസ് നീ വാങ്ങിയതാണോ? ഏ അല്ലല്ലോ, ഇതിപ്പോ എവിടെ നിന്ന് കിട്ടിയേ? പൂജാവറിന്ന് കിട്ടിയതാ. ഞാൻ വിചാരിച്ചു നീ വല്ല സ്വാമിയുടെയും കയ്യിൽ നിന്ന് ജപിച്ച് വാങ്ങിച്ചായിരിക്കും. അല്ല, നിനക്ക് അങ്ങനത്തെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലോ. ഞാനൊന്നും അല്ല ഇത് വാങ്ങിയത്. നീ അല്ലെങ്കിൽ പിന്നെ ഇതാര് വാങ്ങിച്ചതാ? ഓ, അമ്മയായിരിക്കും. എനിക്കെങ്ങനെ അറിയാനാ? ആ, ഇത് അമ്മ തന്നെ. ശ്രുതിക്ക് വേണ്ടി അമ്മ ഇടയ്ക്കിടയ്ക്ക് ഭാമേന്റെ കൂട്ടി സ്വാമിമാരെ കാണാൻ പോറല്ലേ? ആ, ഇതവന്റെ നല്ലതിന് വേണ്ടി ജപിച്ച് വാങ്ങിച്ചതാ. എങ്കിൽ പിന്നെ അത് പൂജാമുറിയിൽ കൊണ്ട് തിരിച്ചു വെച്ചേ. എന്തിന്? അമ്മ എന്തെങ്കിലും നമ്മുടെ നല്ലതിന് വേണ്ടി ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആ പോട്ടെ, ഏതെങ്കിലും സ്വാമിയെ കണ്ട് ഇതുപോലൊരു ഏലസ് ജപിച്ച് വാങ്ങി എനിക്ക് കിട്ടി തന്നിട്ടുണ്ടോ? സച്ചേട്ടാ, നമുക്കിതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ആരും പ്രാർത്ഥിക്കുകയും വേണ്ട. നമുക്ക് തരാനുള്ളത് ഈശ്വരൻ അറിഞ്ഞു തരുന്നുണ്ട്. അല്ല, അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളായിരുന്നല്ലോ സച്ചേട്ടൻ. പിന്നെന്തിനാ ഇതും എടുത്തോണ്ട് വന്നേ? ദേ പോ, ചെല്ല് കൊണ്ടുവച്ചേ, ചെല്ലേ. അത് നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ. നിന്റെ കൈ കാണിക്ക്, ഞാൻ കെട്ടിത്തരാം. അയ്യോ വേണ്ട, ഇത് നിങ്ങളുടെ ഏട്ടന് വേണ്ടി മേടിച്ചതല്ലേ. നിങ്ങളുടെ ഏട്ടൻ തന്നെ എടുത്തോട്ടെ. ആഹാ, അങ്ങനെ അവൻ മാത്രം നന്നായാൽ മതിയോ? ഇത് നീ കിട്ടിയാ എന്ത് സംഭവിക്കും എനിക്കറിയണം. നീ കൈ കാണിച്ച്. വേണ്ട സച്ചേട്ടാ, പ്രശ്നം ഉണ്ടാക്കില്ല സച്ചേട്ടാ. രണ്ടുപേരോടും കശപിശ. അച്ഛാ, ഒരു ഏലസ് കെട്ടി കൊടുക്കാൻ നോക്കുമ്പോ അത് വേണ്ടെന്നാ പറയുന്നത്. എന്ന് മുതലടാ നീ ഇതിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയേ? അതിനിത് ഞാൻ വാങ്ങിയതല്ല അച്ഛാ, ഇത് വേറൊരാള് വാങ്ങിച്ചതാ. അത് കൊള്ളാം. അതെ, മുമ്പൊക്കെ അമ്മ ജപിച്ചു വാങ്ങിയ ഏലസ് എനിക്ക് കെട്ടിത്തരാറുണ്ട്. എന്റെ കയ്യിലും കഴുത്തിലും അരയിലും ഒക്കെ ഓരോന്നും എപ്പോഴും കാണും. ഈ ചില സ്വാമിമാരെ ജപിച്ചിരുന്ന ഏലസിനുണ്ടല്ലോ, ഭയങ്കര ശക്തി ഉണ്ടെന്നാ അമ്മയുടെ വിശ്വാസം. ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ആണല്ലേ? എങ്കിൽ പിന്നെ ഇത് അച്ഛന്റെ കയ്യിൽ തന്നെ കിടക്കട്ടെ. അച്ഛന് നല്ലത് വരും. എനിക്ക് ഞാൻ കെട്ടിത്തരാം. അയ്യോ അതൊന്നും വേണ്ട. കാണിക്കച്ച. എടാ, നീ രേവതി മോക്ക് അത് കെട്ടിക്കൊടുത്താ അവർക്ക് വേണ്ടെന്ന് അവള് പറഞ്ഞല്ലോ. അച്ഛനെ കൈ കാണിച്ചേ. എന്ത് ഞാൻ കെട്ടിത്തരാം. അച്ഛന്റെ ജീവിതത്തിൽ നല്ലത് സംഭവിച്ചാലേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് തന്നെയാ. ഇത് അച്ഛന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്ത് മോളെയോ കാട്ടുന്നത്. അതൊക്കെ എടാ, പലതരം ഏലസുകളുണ്ട്. ഇത് നല്ല ഉദ്ദേശത്തോടെ ജപിച്ചു വാങ്ങിയത് തന്നെ അല്ലേ? ആർക്കറിയാം? അതുകൊള്ള ആർക്കറിയാന്നോ? അച്ഛാ, നല്ല ഉദ്ദേശത്തോടെ തന്നെയായിരിക്കും ഇത് വാങ്ങിയത്. അത്രയും പ്രിയപ്പെട്ട ഒരാൾക്ക് വാങ്ങുമ്പോ നല്ല ഉദ്ദേശത്തോടെ തന്നെയായിരിക്കുമല്ലേ വാങ്ങിയിട്ടുണ്ടാവുക. ഈ ഏലസിൽ സത്യം ഉണ്ടെങ്കിൽ അച്ഛന്റെ ജീവിതം തന്നെ മാറി മറിയും. അച്ഛൻ കണ്ടോ? എന്തായാലും നോക്കാം നമുക്ക്. പാവം സുധി, അവനെ പാകില്ലാതായി പോയി. അവന് കിട്ടേണ്ടത് അച്ഛന് കിട്ടും. നീ നോക്കിക്കോ, അല്ലേ? അതെന്തെങ്കിലും ആവട്ടെ, അമ്മയുടെ കയ്യിൽ നിന്ന് സച്ചേട്ടൻ എന്ത് കിട്ടുമെന്ന് കണ്ടു തന്നെ അറിയണം. ഞാനിത് എടുത്തോണ്ട് വെക്കട്ടെ, മാറിക്ക്. അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും ആവട്ടെ. ഈ ഏലസിന് നീ ഈ പറഞ്ഞ ശക്തിയൊക്കെ ഉണ്ടോ? ഉണ്ട്. ഭാമാന്റിക്ക് അറിയാവുന്ന സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുറെ ഭാര്യ ഭർത്തക്കന്മാരെ, അമ്മായിയമ്മമാരെ ഈ ഏലസ് പ്രയോഗത്തിലൂടെ അകറ്റിയിട്ടുണ്ടത്രേ. സുധിയുടെ ദേഷ്യം മാറ്റി എങ്ങനെയെങ്കിലും അടുപ്പിക്കാൻ നോക്കുക ഞാൻ. അതിനിടയ്ക്ക ഇത് ഏലസ് കെട്ടിക്കഴിഞ്ഞാ സുധി എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് അകലും, വെറുപ്പും കൂടും. എന്നെ അവൻ ഡിവോഴ്സ് ചെയ്യും. അവന്റെ അമ്മ ആഗ്രഹിച്ച പോലെ നടക്കുകയും ചെയ്യും. അല്ല ശ്രുതി, ഈ ഭാര്യയും ഭർത്താവിനെ അകറ്റുന്ന ഏലസ് മാത്രമേ ഉള്ളോ? അമ്മയും മകനെ അകറ്റുന്ന ഏലസ് കിട്ടില്ലേ? കിട്ടും.
ആ ഏത് വേണേലും കിട്ടും, ആരെ വേണേലും അകറ്റാൻ പറ്റും. ആ, എങ്കി അങ്ങനെ ഒരു ഏലസ് സ്വാമിയിൽ നിന്ന് പൂജിച്ച് വാങ്ങി സുധിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്ക്. ആ, അവൻ അവന്റെ അമ്മയിൽ നിന്ന് അകലും, അമ്മയെ വെറുക്കും. അമ്മയിൽ നിന്ന് അകന്ന ഉറപ്പായി നീയുമായിട്ട് അടുക്കും. ആ. അത് നല്ലൊരു ഐഡിയ. ഞാൻ ഇപ്പൊ തന്നെ സ്വാമിയെ കണ്ട് അങ്ങനെ ഒരു ഏലസ് പൂജിച്ച് വാങ്ങാം. അല്ല ശ്രുതി, അങ്ങനെ ഒരു ഏലസ് കിട്ടിയാ തന്നെ അതെങ്ങനെ സുധിയുടെ കയ്യിൽ കെട്ടും? നിനക്ക് കെട്ടാൻ പറ്റില്ലല്ലോ, അവൻ സമ്മതിക്കില്ല. ഹാ, ഞാൻ തന്നെ അവന്റെ കൈ കെട്ടണമെന്നൊന്നും ഇല്ലല്ലോ, ആരായാലും കെട്ടിയാ പോരെ. അതിനൊക്കെ വഴിയുണ്ട്. ഞാനാദ്യം സ്വാമിയെ കണ്ട് ആ ഏലസ് ഒന്ന് വാങ്ങിക്കട്ടെ. സ്വാമി നമസ്കാരം. ആ നമസ്കാരം, ഇരിക്കൂ. ആ എന്താണ് വന്നത്? എന്താ ആവശ്യം? എന്റെ ഭർത്താവിനെയും അദ്ദേഹത്തിന്റെ അമ്മയും പിരിക്കണം. എന്റെ ഭഗവതിയെ, പിരിക്കാൻ വേണ്ടി മാത്രമാണല്ലോ ഇവിടെ ആളുകൾ വരുന്നത്. ഭർത്താവിനെ അവന്റെ അമ്മയിൽ നിന്ന് അകറ്റണം അല്ലേ? ആ അതെ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്റെ ഭർത്താവിന്റെ അമ്മ എന്നെ അദ്ദേഹത്തെ ഒന്നിച്ച് ജീവിക്കാൻ വിടുന്നില്ല, ഒന്ന് കാണാൻ പോലും സമ്മതിക്കുന്നില്ല. സ്വാമി, എന്നെ ഭർത്താവിൽ നിന്ന് അകറ്റാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഏലസ് കെട്ടിയിട്ടുണ്ട്. ഇത് അതിനേക്കാൾ ശക്തിയുള്ളതായിരിക്കണം, എങ്കിലേ ഫലം ഉണ്ടാവും. ഇത് ആദ്യമേ പറയണ്ടേ? ഭഗവാനേ, ഈ ഏലസ് കുട്ടിയുടെ ഭർത്താവിന്റെ കൈമുട്ടിന് മുകളിൽ ദാ ഇവിടെ കെട്ടിക്കൊടുക്കണം. അവൻ അവന്റെ അമ്മയോട് വെറുപ്പ് തോന്നും, അമ്മയിൽ നിന്ന് അകലും. ഈ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ എന്തോ നല്ലതിന് വേണ്ടിയാ. ചന്ദ്രേ, എടി ചന്ദ്രേ, വിളിച്ചാലും വരില്ല, ഇങ്ങോട്ട് വടി. എന്താ രവിയേട്ടാ? ഒന്നോ രണ്ടോ പറഞ്ഞ മനസ്സിലാക്കേണ്ട കാര്യം ഒരു 1000 തവണ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? എന്താ പ്രശ്നം? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടോ ഈ ബെഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഡ്രസ്സ് വലിച്ചു വരെ ഇടരുത്? ഇതൊക്കെ തേച്ച് മടക്കി ഈ ഷെൽഫിൽ കൊണ്ടു വെക്കണ്ടേ? ഇത്രയുള്ള കാര്യം അതിനെന്താ? രേവതി, എന്ത് രേവതി? ഇവിടെ വാ. അയ്യോ, എന്റെ കൈ. എന്തിനാ നീ അവളെ വിളിക്കുന്നേ? ഇതൊരു ബെഡ്റൂമാണോ? ഒരടക്കം ചിട്ടിയില്ല. എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? എത്ര വയസ്സായടി നിനക്ക്? ഇപ്പോഴും നിനക്ക് മര്യാദ വൃത്തിയാക്കി ഇടാനൊന്നും അറിയില്ലല്ലേ? ഇപ്പോഴും ഇതൊന്നും നീ പഠിച്ചിട്ടില്ല? ഇല്ല, എനിക്ക് പഠിക്കാനൊട്ട് മനസ്സും ഇല്ല. നീ ഒരിക്കലും പഠിക്കാൻ പോകുന്നില്ല. നീ ജന്മത്തിൽ നന്നാവില്ലെന്നുള്ള കാര്യം എനിക്കറിയാവുന്നല്ലേ? മോള് നോക്കിയ മോള് കണ്ടല്ലേ? നോക്ക്. നിന്നെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചേ? നീ എന്തിനാ വന്നേ? ഇനി അവനെ വെക്കിട്ട് എപ്പോഴും ഭാര്യയുടെ വാലും പിടിച്ച് പുറകെ നടക്കും. നാണോ ഇല്ലല്ലോടാ നിനക്ക്? എപ്പോഴും ഭാര്യയുടെ വാലും പിടിച്ച് പുറകെ നടക്കും. നാണോ ഇല്ലല്ലോടാ നിനക്ക്? അതാണടി സ്നേഹം. എന്ത് സ്നേഹം? ഭാര്യയുടെ വാലി പിടിച്ച് നടക്കുന്നതാണോ സ്നേഹം? നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? ഞാനേ അച്ഛൻ ഒച്ച വയ്ക്കുന്ന കേട്ടിട്ട് വന്നാ.
എങ്ങനെയാടാ ഞാൻ ഒച്ചെടുക്കാതിരിക്കുക? നീ ഈ മുറി കണ്ടോ? ഡി എന്താടി ഡ്രസ്സൊക്കെ ഇസ്തിരിയിട്ട് മടക്കി വെക്കാത്തെ? ഇതൊക്കെ എടുത്തു വെക്കണമെന്ന് അറിഞ്ഞൂടെ? പെട്ടെന്ന് വെക്ക്. ഇദ്ദേഹത്തിന് സമാധാനം ആവട്ടെ. സമാധാനം. ഇതൊക്കെ ഞാൻ ചെയ്യാം. അല്ല, എന്തിനാ ആ കൊച്ചു ചെയ്യുന്നേ? ഇതൊക്കെ നിന്റെ ഡ്രസ്സ്, നിന്റെ ബ്ലൗസ്, നിന്റെ സാരി എല്ലാം നിന്റെ തന്നെ. ഈ വീടും നിന്റെ നീ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പൊ പിന്നെ നീയല്ലേ ഇത് വൃത്തിയാക്കേണ്ടത്? ഞാനാണ് വൃത്തിയാക്കേണ്ടത്? ഈ കൊച്ചാണ് വൃത്തിയാക്കേണ്ടത്? ഇതിപ്പോ നീ ചെയ്യുന്ന വെച്ചാൽ എന്താ കുഴപ്പമുള്ളേ? രേവതി ചെയ്തോളൂ. അവള് ചെയ്തു എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഈ വീട്ടിലെ എല്ലാ ജോലി അവളല്ലേ ചെയ്യുന്നേ? ഈ വീട്ടിലെ ജോലി എല്ലാം ചെയ്യാനായിട്ട് ഈ കുട്ടി എന്നൊരു വിലക്കാരിയാ ആണാ? ഈ ഡ്രസ്സൊക്കെ എടുത്ത് ഇസ്തിരിയിട്ട് മടക്കി ഇതിനകത്ത് വെച്ചില്ലെങ്കിൽ എന്താന്നോ നീ നോക്കുന്നേ? പറഞ്ഞത് ചെയ്തോളണം. ഓരോന്നും വെക്കേണ്ടിടത്ത് വെക്കണം. മുറിയെല്ലാം വൃത്തിയാക്കിയിടണം. നിന്നിതൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി. പറഞ്ഞത് ചെയ് ചന്ദ്രേ. അതെ, ഇപ്പൊ നിങ്ങൾ ഈ ബെഡിൽ കിടക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഇതൊക്കെ ഞാൻ പിന്നെ ചെയ്തോളാം. നിന്റെ വാശി എന്റെ അടുത്ത് വേണ്ട. പറഞ്ഞ അനുസരിച്ചോ? ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അനുസരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിട്. എന്താ ഇങ്ങനെ? എന്താ പറ്റി? ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ. ഇതെന്താ പെട്ടെന്നൊരു മാറ്റം? ഈ സമയത്ത് എന്താ വന്നേ? പേടിക്കണ്ട, ഞാനേ മരിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. ആ ഏലസ് എന്തായി? പണി തുടങ്ങിയോ? സുധി നിന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞോ? ദേ, ചിലപ്പോ ആവശ്യമില്ലാതെ വഴക്ക് പറഞ്ഞെന്നിരിക്കും. അങ്ങനെ തുടങ്ങുക. അനുഭവിച്ചവരെന്നോട് പറഞ്ഞതാ. അതിനെ ആന്റിയുടെ ആഗ്രഹം നടക്കില്ല. സുധി എന്നെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. ആ ഏലസിനേക്കാൾ ശക്തിയുള്ള വേറൊരു ഏലസ് ഞാൻ ആ സ്വാമിയെ കണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ദേ, ഈ ഏലസ് സുധിയുടെ കൈത്തണ്ടയിൽ കെട്ടിയാൽ സുധി അവന്റെ അമ്മയെ വെറുക്കും. അവന്റെ അമ്മയിൽ നിന്ന് അകലുകയും ചെയ്യും. അമ്മയിൽ നിന്ന് അകന്ന അവൻ എന്ത് ചെയ്യും? നേരെ എന്റെ അടുത്തേക്ക് വരും. നീ കൊള്ളാവലോടി. അത് ആന്റിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? പക്ഷെ ഈ ഏലസ് നീ എങ്ങനെ സുധിക്ക് കെട്ടിക്കൊടുക്കും? അത് നടക്കില്ലല്ലോ. അതിനല്ലേ എന്റെ പുന്നാര ഭാമേണ്ടി. അയ്യേ, ഞാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ എങ്ങനെ കെട്ടിക്കൊടുക്കാനാ? അത് നിങ്ങൾ കെട്ടിക്കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ ഇത് വീട്ടിൽ ചെന്ന് ചന്ദ്രേന്റിയുടെ കൈ കൊടുക്കുക. ക്ഷേത്രത്തിൽ ചെന്നപ്പോ അവിടെ ഒരു സ്വാമിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ജപിച്ചു വാങ്ങിയ ഏലസാണിത്. നേരത്തെ കെട്ടിയതിനേക്കാൾ ഇതിന് ശക്തിയുണ്ട്. ഇത് ശ്രുതിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്താ പെട്ടെന്ന് തന്നെ അവൻ ശ്രുതി ഒഴിവാക്കും, ഡിവോഴ്സ് ചെയ്യുന്നു പറയാ. ആന്റി എപ്പോ ഇത് കെട്ടിക്കൊടുത്തു ചോദിച്ചാ മതി. ഞാനിത് ചെയ്യണോ ശ്രുതി? മകൻ പിരിഞ്ഞിരിക്കുന്നതിന്റെ വിഷമം അനുഭവിക്കുന്നവളാ ഞാൻ. ചന്ദ്രയ്ക്കും അതേ ഗതി വരും. ശ്രുതിന്ന് വെച്ചാ അവൾക്ക് ജീവനാ. അവനവളെ വിട്ടുപോയാ പിന്നെ അവള് ജീവിച്ചിരിക്കില്ല. ഓ, മരിക്കാനോ? ആര്? ചന്ദ്രാന്റിയോ? അതിനെ വേറെ ആളെ നോക്കണം. നിങ്ങളെ ഈ ഏലസ് ആന്റിയുടെ കൊണ്ടേ കൊടുക്ക്. ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്ന കേക്ക്. ഇതൊരു ചതിയ കേട്ടോ. എന്നെ കൊണ്ടെങ്കിലും പറ്റില്ല. പറ്റില്ല? പറ്റില്ല.
നീ ആ ഏലസിങ്ങിത്താ, ഞാൻ കൊണ്ട് കൊടുക്കാം. ദാ പിടിച്ചോ. പക്ഷേ ഈ സമയത്ത് പോകാൻ പറ്റില്ല കേട്ടോ. നാളെ രാവിലെ കൊണ്ടു കൊടുക്കാം. മതി. ഞാൻ പോട്ടെ ആന്റി. ശരിയേ. ചന്ദ്രേ, ഓർക്കണേ, വേറെ വഴിയില്ലാത്തോണ്ടാടി. ഡാ, എണീക്കടാ, എണീക്ക്, എണീക്ക് അങ്ങോട്ട്. എന്താ? നീ അരയിലാണോ കെട്ടിക്കൊടുത്തേ? അരയിലോ? അഴിക്കടാ. എന്ത്? ഏയ്, 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 ചുമ്മാ ഇരി. ഏയ്, എടാ, എടാ, അഴിക്കടാ അങ്ങോട്ട്. ഇതിനാ മുണ്ടഴിക്കാനാ? ഞാനൊന്നും കഴിക്കൂല. എനിക്ക് നാണമാ. ഒരു മണ്ടൻ. മുണ്ടഴിക്കാനല്ല, ഇവിടെ നിന്റെ അരയിൽ കെട്ടി തന്ന ആ സാധനം അഴിച്ചു തരാൻ. എന്ത് സാധനം? അതിന് അവളൊന്നും കെട്ടി തന്നില്ലല്ലോ. ഞാൻ ആ ഏലസ് പൂജിച്ച് വാങ്ങിയത് എന്റെ മോൻ സുധിക്ക് വേണ്ടിട്ടാ. എനിക്കാരും ഏലസൊന്നും കെട്ടി തന്നിട്ടില്ല. ഞങ്ങൾ എടുത്തിട്ടുമില്ല. ഞാൻ പൂജാമുറി കൊണ്ടുവച്ച ഏലസ. ഇപ്പൊ അതവിടെ കാണുന്നില്ല. നിങ്ങളല്ലാതെ വേറെ ആരെടുക്കാനാ? ആ